ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ അതാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്ന് വെച്ചൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ ടൈം 10 മണി കഴിഞ്ഞിട്ട് നമ്മുടെ സനു നീച്ച് വന്ന ടൈമാണ്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെയാണ്, അല്ലെങ്കിൽ അവൾ കുറച്ച് നല്ലപോലെ ലേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ അവൾ നീക്കാറുള്ളത്. അതേപോലെ കിടന്നുറങ്ങാനും കുറച്ച് ലേറ്റ് ആവാറുണ്ട്. അതിപ്പോൾ വെക്കേഷനല്ലേ, സ്കൂളും ഇല്ല, അപ്പോൾ പിന്നെ എപ്പോൾ വേണിച്ചാലും നീക്കാലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെന്താ, നമ്മുടെ കുഞ്ഞാറ്റയുടെ വെയിറ്റും ഹൈറ്റും നോക്കാൻ വേണ്ടിയിട്ട് നഴ്സറിക്ക് ഒന്ന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാനാണ് കേട്ടോ റെഡി ആയിട്ട് നിൽക്കണേ. കുഞ്ഞാറ്റയുടെ വെയിറ്റ് നമ്മൾ ഇതിന് മുന്നേ നോക്കിയപ്പോൾ 8 കിലോ ആയിരുന്നു കേട്ടോ. ഹൈറ്റും ഓക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോഴും അവളുടെ ഏജിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. ഇപ്പോൾ എന്ന് വെച്ചാൽ അവൾ അടുത്ത് വെച്ചിട്ട് ഭക്ഷണം ഒന്ന് കുറവാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എങ്ങനെ വെയിറ്റ് കൂടിയോന്നോ കുറഞ്ഞോന്നോ അറിയില്ല. അപ്പം എന്തായാലും വെയിറ്റും ഹൈറ്റൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുഞ്ഞാറ്റ എന്താ കണ്ടില്ലേ, നല്ല ഉറക്കത്തിലാട്ടോ. ഇനിയിപ്പോൾ ഉറക്കത്തൊന്നും വേണം എടുത്ത് കൊണ്ടുപോകാൻ. പിന്നെ എന്താ കണ്ടില്ലേ നമ്മുടെ കിടക്കയുടെ ഒരവസ്ഥ, കിടന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ സനു നീച്ച് വന്നതാണ്. അവളാണെങ്കിൽ ഒക്കെ എല്ലാ തുണികളും വലിച്ചിതാക്കിയിട്ടിട്ടാണ് കേട്ടോ നീച്ച് വരാറുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും നീച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിടക്കലത്തെ പുതപ്പും എല്ലാം അതൊന്ന് നീറ്റാക്കിയിട്ട് മടക്കി വെക്കാൻ പറ്റാറുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കുഞ്ഞാറ്റയുടെയൊക്കെ വെയിറ്റ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഇനി എന്തായാലും മടക്കി വയ്ക്കലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നത്തെ സനു നീച്ച് വന്ന് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് സേമിയമാവാണ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ അവൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതോ ഏഷ്യൻറ്റാണ് വെച്ചിട്ടുള്ളത്, ഏതോ ഒരു ദിലീപിൻ്റെ മൂവി ആയിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ പോവാൻ നേരത്ത് സനുവിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ അവൾ വേഗം കൊച്ചു TV വെച്ച് തരാൻ പറഞ്ഞതാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ നമ്മൾ പോവാൻ റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ വേഗം കൊച്ചു TV വെച്ചിരുന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മയ്ക്ക് അറിയില്ല, അമ്മ വേഗം വെച്ച് തന്നിട്ട് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളല്ലെങ്കിൽ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ പോവാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ കൊച്ചു TV കൂടി വെച്ച് തരാൻ പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു. അവൾക്കാണെന്ന് ഒരു ചാനൽ വെച്ച് കൊടുത്ത പറയും വേറെ ചാനൽ വയ്ക്കുക. അതായത് ഇപ്പോൾ നമ്മൾ കൊച്ചു TV വെച്ച് കൊടുത്ത അവൾ പറയും ചോട്ടാ ഭീമിൻ്റെ വയ്ക്കുക. ചോട്ടാ ഭീം വെച്ചാൽ പറയും ഏതോ പാവട ഉണ്ട്. അവർക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ അവർ കാണുന്ന ഓരോ ചാനലുകളൊക്കെ. സനു എന്ന് വെച്ച് ഇങ്ങനെ കൊച്ചു TV കാണാനോ അങ്ങനെ അഡിക്റ്റ് ഒന്നുമല്ല കേട്ടോ. ഇപ്പം നമ്മൾ പോവുകയാണല്ലോ, പോകുമ്പോൾ അവളും കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു TV വെച്ച് തരാം അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവൾ എന്താണോ ഇരുന്ന് കാണുന്നത് വെച്ചാൽ അങ്ങനെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അമ്മയുണ്ടല്ലോ കൂടെ. പിന്നെ നമ്മുടെ സനു ഇപ്പം എന്നോട് എന്തിനാ അവൾ കടുകിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് കടുക് ഇഷ്ടമില്ലായികയല്ല, പക്ഷെ അവൾക്ക് ഇന്നലെ രാത്രി കെടുക്കാൻ നേരത്തെ ചെറുതായിട്ട് പല്ല് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി പറഞ്ഞിട്ട് അത് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. കുഞ്ഞാറ്റതാ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയി വന്നിട്ട് അവളുടെ കുഞ്ഞാറ്റയുടെ വെയിറ്റും ഹൈറ്റൊക്കെ പറയാം കേട്ടോ. ഞാനെന്ന് വെച്ചാൽ എന്താ ഓൺ വോയിസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വെച്ചുതരാം, കൊച്ചു TV മാറ്റി കൊടുക്കാൻ പറഞ്ഞിട്ട് വിളിച്ചതാ. അപ്പോൾ എന്താ പറയുക, ഓൺ വോയിസ് എന്താ കൊടുക്കണമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണമാണ് കേട്ടോ. നമ്മളൊരു കുറേ വീഡിയോസ് എടുത്ത് വയ്ക്കും, നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചില ടൈമിലൊക്കെ ഓൺ വോയിസ് കൊടുക്കണേ. എന്താ ഞാൻ ഉറങ്ങിക്കോ. പിന്നെന്താ, നമുക്ക് വീട്ടിലൊന്നും ഇരിക്കുമ്പോൾ ഒന്നും അറിയില്ല കേട്ടോ. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ. കുടയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുടയുടെ ഉള്ളിൽ കൂടി ഉണ്ട് ചൂട് വരുന്നത്, അത്രയും സഹിക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ. ഇപ്പോൾ പിള്ളേരെയും കൊണ്ടൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ. പക്ഷെ ചില സാഹചര്യത്തിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പോകേണ്ടതായിട്ട് തന്നെ വരില്ലേ. പിന്നെ നമ്മുടെ പൈങ്കുളം അംഗൻവാടിയിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വെയിറ്റും ഹൈറ്റൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അമ്മമാരും കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ അവിടെ പഠിക്കുന്ന പിള്ളേരും എല്ലാവരും ഉണ്ട്. അന്നേ ദിവസം തന്നെ അവിടെ ചെറിയൊരു ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ പിള്ളേർ, കൗമാരക്കാരായ പെൺകുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റി കാണിച്ച് ഭയങ്കര ത്രില്ലിങ്ങിലാണ് കേട്ടോ. ചേച്ചിമാരേനും ഏട്ടന്മാരേനും കുഞ്ഞു പിള്ളേരേനെയും കാണപ്പോൾ അവൾക്ക് ഭയങ്കര രസമായിരുന്നു കേട്ടോ.
പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലത്തെ ഉണ്ണി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ സെയിം ഏജ് തന്നെയാണ്. അപ്പം പിന്നെ അവർ കളിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ രുദ്രാഷ് അവർ രണ്ടുപേരും സെറ്റാണ് കേട്ടോ. അവനെ കണ്ടപ്പോൾ പിന്നെ അവൾക്ക് വേറെ ആരെയും വേണ്ട. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, രണ്ടുപേരും നല്ല സെറ്റായാലും കളിക്കും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു കസാരയ്ക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും തല്ലുകൂടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ സാധാരണയാണല്ലോ. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്നവർക്കൊക്കെ നമ്മുടെ അംഗനവാടി ടീച്ചർ ഒക്കെ ഉള്ള സ്ഥലത്ത് സീറ്റൊക്കെ ലിമിറ്റൊക്കെ, പിന്നെ ആശാ വർക്കറും മെമ്പറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വെക്കേഷനിൽ ഇതുപോലെ നമ്മൾ ക്ലാസ് കൂടെ വെക്കുക. ഓരോ വെക്കേഷനിലാണ് നമ്മൾ ക്ലാസ് വെക്കാറ്. ഞാൻ പാഞ്ഞാൾ സ്കൂളിലത്തെ കൗൺസിലറാണ് നിലവിൽ. എൻ്റെ പേര് കവിത എന്നാണ്. അപ്പൊ നമുക്ക് സ്കൂൾ മാർച്ച് വരെ ഞങ്ങൾ സ്കൂളുകളിലാണ് ഉള്ളത്. അപ്പം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞങ്ങൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞത്. കാരണം നമുക്കറിയാം അവരെ വണ്ടിയിൽ വിടുന്നതായിരിക്കും, പുറത്ത് കളിക്കാൻ വിടുന്നതായിരിക്കും അല്ലേ. ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കുട്ടികളെ നമ്മളില്ലാണ്ട് പോകുന്നതായിരിക്കും ഇനി അങ്ങോട്ട്. അപ്പൊ അവർക്ക് ആരുടെങ്കിലും കഴിഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലും പിന്നെ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാ പിള്ളേരുടെയും ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അവർക്കിത് എന്താണെന്ന് അറിയില്ല. ഏറ്റവും ചെറിയ പിള്ളേരൊക്കെ അവരൊക്കെ ഭയങ്കര കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. കഴിഞ്ഞോ പാപ്പ കഴിഞ്ഞോ? ഞങ്ങൾ മുറുക്ക് നഴ്സറിയിൽ നിന്ന് മുറുക്കൊക്കെ തിന്നിട്ട് വീട് വരെത്തിയില്ലേ. ബാപ്പ കഴിഞ്ഞോ? എവിടെ മുറുക്ക് എവിടെ? ബാപ്പ എവിടെ? ബാപ്പ കഴിഞ്ഞു. എവിടെ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ കടികൊളുത്ത. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാ? കുഞ്ഞാറ്റ് എന്താ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ടി വിയുടെ മുന്നിൽ നിന്ന് അനങ്ങിയിട്ടില്ല കേട്ടോ. കൊച്ചു ടി വി തന്നെ ഞാൻ വെച്ച് കൊടുത്ത അതേ ചാനൽ തന്നെ വെച്ചിട്ടിരിക്കുന്നുണ്ട് അല്ലേ ചേച്ചിപ്പെണ്ണ് കൊച്ചു ടി വിയുടെ മുന്നിലല്ലേ. ഞങ്ങൾ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിയിട്ട് പോകുന്നു. അവിടുന്ന് പാപ്പ കഴിച്ചു. എന്ത് പാപ്പ കഴിച്ച്? മുറുക്ക് കഴിച്ചോ? നാരങ്ങമ്പ് കുടിച്ചു നഴ്സറിന്ന്. പിന്നെ ഇത് നഴ്സറി പോയി കഴിഞ്ഞ് ഞാൻ എപ്പോഴും വിറ്റാമിൻ്റെ അയൻ്റെയും ഗുളിക വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു സെറ്റ് അങ്ങനെ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങാറ്. നമുക്ക് ചില സമയത്ത് ഭയങ്കര ക്ഷീണമൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എപ്പോൾ ഡോക്ടറെ കാണിച്ചാലും അങ്ങനെ വിറ്റാമിൻ്റെ അയൻ്റെയും ഗുളിക കഴിക്കാൻ പറയാറുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാനേക്കാളും എത്രയോ ബെറ്റർ അല്ലേ, നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെ ഇതാ വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ കുഞ്ഞ് ചക്ക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇപ്പോൾ ഈ ചൂടത്ത് ചക്കയൊക്കെ തിന്നാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷെ കുഞ്ഞൊരു കഷ്ണം നമുക്ക് എല്ലാവർക്കും ഓരോ ചോള അല്ലെങ്കിൽ 2 ചക്കച്ചോള അങ്ങനെ എടുത്ത് കഴിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഭയങ്കര ടേസ്റ്റുള്ളൊരു ചക്കച്ചോള ആയിരുന്നുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്തോ തേൻ വരിക്ക പറഞ്ഞാൽ അങ്ങനത്തെ തേനിൻ്റെ പോലത്തെ ടേസ്റ്റായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. പിന്നെ ഇതാ നമ്മൾ മീൻ പൊരിക്കാനുള്ള പരിപാടിയിലായി. മീൻ നമ്മൾ ഇവിടെ ഏട്ടൻ തലേ ദിവസം പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മളൊക്കെ മീൻ നന്നാക്കി മസാല പിടിപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടാണ് കേട്ടോ. ഉച്ച ടൈമൊക്കെ ആയിരുന്നു വന്നപ്പോൾ. ഇപ്പോൾ വന്നിട്ട് എനിക്ക് ചോറിന് വറുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. എൻ്റെ ഉണ്ണിനും കൂടിയിട്ട് വൈകുന്നേരം ടൈമിൽ ഏട്ടൻ പണിയൊക്കെ മാറ്റിയിട്ട് വന്ന അനിയന്മാരും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ രാത്രിയിൽ മീൻ പിടിക്കാൻ പോവാറുണ്ട് കേട്ടോ. പക്ഷെ വലിയ രീതിയിലുള്ള മീനൊന്നും കിട്ടില്ല. കഷ്ടിച്ച് ചിലപ്പോൾ നമ്മുടെ സനൂനെയും കുഞ്ഞാറ്റയ്ക്കും അങ്ങനെയൊക്കെ അവർക്കൊക്കെ വറുത്ത് തിന്നാൻ പാകത്തുള്ള മീനൊക്കെയാണ് ചിലപ്പോൾ 1-2 അങ്ങനെയൊക്കെയാണ് കിട്ടാറുള്ളത്. നമ്മുടെ സനൂനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കേട്ടത്. പുഴയിൽ നിന്ന് പിടിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരെണ്ണമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സനൂനെ മാത്രമായിട്ട് വറുത്ത് കൊടുക്കുക ചെയ്യുക. എല്ലാവർക്കും കൂടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ പിടിച്ചു കൊണ്ടതിൽ അത്യാവശ്യം മീനുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനോ അമ്മയോ അങ്ങനെയൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇവിടെ കഴിക്കാൻ പാകത്തിലുള്ള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പുഴയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മീൻ നമുക്കിങ്ങനെ വറുത്തിട്ട്
കാണാൻ വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അത് നന്നാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പുഴയിൽ നിന്ന് കൊണ്ടുവരുന്നത് എല്ലാം ഇങ്ങനെ ചാവണമെന്നില്ല, ചിലപ്പോൾ ജീവനോട് കൂടിയിട്ടൊക്കെയാണല്ലോ കൊണ്ടുവരാറ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര നമുക്കത് എങ്ങനെ അത് നന്നാക്കാനൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അമ്മയാണ് കേട്ടോ നന്നാക്കി തരാറുള്ളത്. പിന്നെ അത് മീനൊക്കെ വറുത്ത് നമ്മുടെ സനുവിന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു പാത്രത്തിൽ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളൊക്കെ നിലത്ത് കളഞ്ഞതാണ് കേട്ടോ. പിന്നെ അത് സനുവിനെ കൊടുക്കുന്നത് കണ്ടപ്പോൾ അവൾ ഇങ്ങനെ വായയിൽ നുള്ളി പെറുക്കിക്കൊണ്ടിരിക്കണതാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ആർക്കെങ്കിലും കൊടുക്കുന്നത് കണ്ടാൽ നമ്മുടെ കുഞ്ഞാറ്റ വന്നിട്ട് വാങ്ങിക്കും. അവൾക്കായിട്ട് വിളമ്പിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ കഴിക്കാറില്ല കേട്ടോ. ഞാൻ കണ്ടില്ലേ, കയ്യിൽ ഇങ്ങനെ ഞാൻ വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെ 1-2 വായ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഡെയിലി ഉള്ളൊരു പരിപാടിയാണ് മാങ്ങച്ചാർ ഉണ്ടാക്കുക. മാങ്ങച്ചാർ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വേറെ മാങ്ങ പൊട്ടിച്ച് അച്ചാർ ഉണ്ടാക്കും കേട്ടോ. നമ്മുടെ വീട്ടിൽ മാങ്ങയൊന്നുമില്ല, എന്നാലും അടുത്ത വീട്ടിൽ നിന്ന് മാങ്ങ കിട്ടാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങച്ചാർ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നുള്ളി പറിക്കൊണ്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ സനുവിനെ കാണിക്കാൻ പറ്റുന്ന വികൃതിയൊക്കെ സനു കാണിക്കും കേട്ടോ. ഞാൻ ഈ വീഡിയോസിൽ വോയിസ് പല സ്ഥലത്ത് എഡിറ്റ് ചെയ്യണത് പല ദിവസങ്ങളിലാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ വോയിസ് എഡിറ്റ് ചെയ്യുമ്പോൾ രാവിലെയൊക്കെ ആയ കാരണം തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് ഭയങ്കര ചേഞ്ച് ഉണ്ടാവും. പിന്നെ അതാ നമ്മുടെ കുഞ്ഞാറ്റ നുള്ളിപ്പറിക്ക് കഴിച്ചാൽ ഒന്നും ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് കോറ അരച്ച് കൊടുക്കുക. ഇപ്പോൾ ചൂടായ കാരണം കുറച്ച് പാല് ചേർത്തിട്ടാണ് കേട്ടോ കോറ അരച്ച് കൊടുക്കാറുള്ളത്. പിന്നെ അതാ റോബസ്റ്റ് കണ്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ കുറച്ച് മുന്നേ റോബസ്റ്റ് പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അടുക്കളയിൽ കയറിയ ഏറ്റവും രസമുള്ള പരിപാടി എന്താ അറിയോ, ഞാൻ എൻ്റെ മിക്സിയുടെ കോലം കണ്ടപ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് പറയണത്. നമ്മൾ തന്നെ വൃത്തികേടാക്കും ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ വൃത്തിയാക്കും ചെയ്യുക. ഇപ്പോൾ മിക്സി നമ്മൾ എന്തായാലും തുടച്ച് നീറ്റാക്കിയിട്ട് വയ്ക്കും എന്തെങ്കിലും അരച്ചൊക്കെ കഴിഞ്ഞ്. പക്ഷെ പിന്നെയും അതുപോലെ തന്നെ ഒരു തേങ്ങ അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഏത് ടൈമും ഇപ്പോൾ എപ്പോഴും ക്ലീൻ ആയിട്ടൊന്നും ഇരിക്കില്ലല്ലോ. അതിപ്പോൾ എന്തായാലും അതെ, ഇപ്പോൾ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വൃത്തികേടാവും. അപ്പം നമ്മൾ വൃത്തികേടാക്കണത് നമ്മൾ തന്നെ, വൃത്തിയാക്കണതും നമ്മൾ തന്നെയാണ് അല്ലേ. പിന്നെ രാവിലെ പോകുമ്പോൾ തന്നെ നാളത്തേക്കുള്ള ദോശയ്ക്ക് പച്ചരി ഉഴുന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെള്ളത്തിൽ അങ്ങനെ ഇടുമ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം നല്ലപോലെ കഴുകിയിട്ടാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ നമുക്കത് അരയ്ക്കുന്ന ടൈം ആകുമ്പോൾ വെള്ളം നന്നായിട്ട് കുറേ നേരമൊന്നും അങ്ങനെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് വൈകുന്നേരം ടൈം ആയപ്പോൾ മാവ് അരയ്ക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ കുഞ്ഞാട്ടിയുടെ വെയിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ, നമ്മൾ വോയിസ് കൊടുത്ത് പോയപ്പോൾ സത്യം പറഞ്ഞത് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാട്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 8 കിലോ ആണ്. നമ്മൾ 2-3 മാസം മുന്നേ നോക്കിയപ്പോൾ ഇതേ സെയിം വെയിറ്റ് തന്നെയാണ് കേട്ടോ. വെയിറ്റിൽ യാതൊരു ചേഞ്ചും ഇല്ല. പിന്നെ ഹൈറ്റ് ഇപ്പോൾ 7.5 ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞാറ്റയുടെ ഹൈറ്റിനും ഏജിനും അനുസരിച്ചിട്ടുള്ളൊരു വെയിറ്റ് അല്ല കേട്ടോ. വെയിറ്റ് അത്യാവശ്യം നല്ല കുറവ് തന്നെയാണ്. നമ്മളിങ്ങനെ ഭക്ഷണം കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് വലിയ വെയിറ്റൊന്നും കൂടാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പോൾ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് കൂടാനുള്ള ഓരോ സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഓരോന്ന് അങ്ങനെ പ്രത്യേകിച്ചും കഴിക്കുന്നതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മുടെ ബന്ധുക്കാരോ അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ എന്താ കുട്ടി തടിയില്ലാത്ത അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പം അതിന് നമ്മൾ നല്ല മറുപടി കൊടുക്കുക, അതിൽ നമ്മൾ തളരാതിരിക്കുക, അത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ഹെൽത്ത് ഓക്കെ ആയാൽ മാത്രം മതി, പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊന്നും വരാതിരിക്കുക, അത്ര മാത്രം മതി കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞാറ്റയുടെ മേലൊക്കെ ചൂടുകുരുള്ള കാര്യം ഞാൻ എണ്ണക്കൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം വൈകുന്നേരം ടൈമിൽ കുറച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വറുത്ത് വെച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുരിങ്ങ കൂട്ടാൻ, മീൻ കറി, അച്ചാർ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.